രാത്രി ശുഭരാത്രി പറന്നെടുക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാടും. പൈങ്കിളി ഇന്ന് മണ്ണില്. ഹായ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രോഗ്രാമിലേക്ക് പോവുകയാണ്. 4 മണിക്കാണ് പ്രോഗ്രാം, 4:15 5 മണി. പെട്ടെന്ന് കിട്ടിയ പ്രോഗ്രാമാണ്, ചെറിയൊരു പ്രോഗ്രാമാണ് കേട്ടോ. അച്ഛനും സാവിയും മുന്നിൽ പോകുന്നുണ്ട്, അപ്പോൾ ഞാൻ അവരുടെ കൂടെ തന്നെ കേട്ടോ പോകുന്നത്. സാവി ഉണ്ട് കേട്ടോ, നമ്മളെല്ലാവരും കൂടിയിട്ട് തന്നെയാണ് പോകുന്നത് കേട്ടോ. ഒരു ചെറിയ രീതിയിലുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ വേറെ എന്താ പറയുക, ഇനി അവിടെ എത്തിയിട്ടാണ്. സാവി നോക്കിയിട്ട് നോക്ക്, അവനെങ്ങനെയെങ്കിലും പോയാൽ മതി ഓട്ടോയിൽ, അത്രയും. ഒരു ഇനോഗ്രേഷൻ്റെ പ്രോഗ്രാമാണ്. ഇനോഗ്രേഷൻ്റെ ബേസിൽ നടക്കുന്ന ഒരു ചെറിയ ഒരു കുട്ടി പ്രോഗ്രാമാണ്. അപ്പോൾ നമ്മളോട് അവർ ഒരു 4:15 എത്താൻ പറഞ്ഞത്. സമയം ഇപ്പം 3:30 എത്ര. നമ്മളെപ്പോൾ ഒരു മുഴം മുന്നേ സഞ്ചരിക്കും മീൻസ് പുറപ്പെടും. അപ്പോൾ അങ്ങനെ തന്നെയാണ് പുറപ്പെടുന്നത്. ഞാനായാലും അച്ഛനായാലും എവിടെ പോകുന്നുണ്ടെങ്കിൽ ഒരു 1/4 മണിക്കൂർ മുന്നേ പുറപ്പെടലുണ്ട്. അത് എനിക്ക് നേരത്തെ എത്തുന്നതാണ് ഇഷ്ടം, അതുകൊണ്ട് അങ്ങനെ തന്നെയാണ് പുറപ്പെട്ടത്. പിന്നെന്ന് പറഞ്ഞാൽ സാവീന അച്ഛൻ ഒറ്റയ്ക്ക് നോക്കാനുള്ള ആ ഒരു ഇതില്ല, കാരണം മാറി മാറി എടുക്കേണ്ടി വരും. അപ്പോൾ ഓൾറെഡി അച്ഛനുണ്ട്, എന്നാലും സാറില്ല അമ്മയും വരട്ടെ. പിന്നെ ടൗണിലല്ലേ, നമ്മൾ 4 ആളും തന്നെ എവിടെയും എപ്പം ഒപ്പരം പോക്ക്. അങ്ങനെയെന്ന് വെച്ചാൽ അതൊരു ഗ്രൂപ്പാണ്. നിങ്ങൾക്കെല്ലാം ഉള്ള പോലെ തന്നെ, നിങ്ങൾക്കിപ്പോൾ ഒരു ഫ്രണ്ട്സിൻ്റെ ഒരു വലയം പോലെ എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും മോനും. ശരിക്കും മോനെ കൂട്ടണ്ടെന്ന് വിചാരിച്ചതാണ്, കാരണം 1/2 മണിക്കൂറത്തെ പരിപാടിയല്ലേ ഉള്ളൂ. 1/2 മണിക്കൂർ എന്നാണ് പറഞ്ഞത്, അത്രയേ ഉള്ളൂ. ഇനോഗ്രേഷൻ്റെ ബേസിൽ ജസ്റ്റ് ഒരു 3-4-5 പാട്ട് പാടാൻ പോകുന്നതാണ്. അപ്പോൾ ഒരിതിൽ കൂട്ടണ്ടെന്നാണ് വെച്ചത്. പിന്നെ വിചാരിച്ചു ഏതായാലും ടൗണിലൊക്കെ പോകുന്നതല്ലേ. പിന്നെ ഇത് എവിടെയാണ് പോകുന്നതെന്ന് വെച്ചാൽ അമ്മേനെ കൂട്ടാൻ പോകുന്ന കേട്ടോ. അമ്മ ജോലിക്ക് പോകുന്നുണ്ട്. അതായത് നമ്മുടെ നാട്ടിൽ തന്നെ ഒരു നെറ്റ് ഫാക്ടറി ഉണ്ട് അവിടെ. ഇതാണ് കേട്ടോ സ്ഥലം. അതായത് നമ്മളെ ജെട്ടി അഴീക്കൽ ഫെറി എന്ന് പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ എല്ലാ വ്ളോഗിലും പറയലുണ്ട്. ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ ഒരു നെറ്റ് ഫാക്ടറി. പിന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ഈ ഒരു സ്ഥലം കാണാൻ, പ്ലേസ് കാണാൻ നല്ല ഭംഗിയാണ്. പിന്നെ ഇവിടെ ആകെ വരുന്നത് ഒരു മീൻ വാങ്ങാനാണ്. കാരണം ഇവിടെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലുള്ളവർക്ക് തന്നെ ഒരുപാട് ആൾ ഇവിടെ ജോലിയെല്ലാം ചെയ്യുന്നുണ്ട്. കാരണം മീൻപിടുത്തം തന്നെ മെയിൻ അതാണിത്. പിന്നെ ഇത് അടുത്ത് തന്നെയാണ് അമ്മേൻ്റെ ഈ ഫാക്ടറി, അതായത് നെറ്റ് ഫാക്ടറി. നമ്മളെ വലയില്ലേ, മീൻ പിടിക്കുന്ന വലയുടെ മെൻഡിങ് സെക്ഷൻ, അവിടെയാണ് കേട്ടോ അമ്മക്ക് പണി. അത് മെൻഡിങ് പല സെക്ഷൻസ് ഉണ്ടാവുമല്ലോ ഫാക്ടറിയിൽ, ഇത് മെൻഡിങ് സെക്ഷനിലാണ് അമ്മക്ക് പണി. കുറച്ച് കാലമായി, 8-9 വർഷത്തോളമായി അമ്മ അവിടെ പണിക്ക് പോകുന്നു. പിന്നെ അമ്മേനെയും പിക്ക് ചെയ്തു, നമ്മളങ്ങനെ പുറപ്പെട്ടു കേട്ടോ. അപ്പോൾ ഇവിടുന്ന് ഞാൻ പറഞ്ഞില്ല, എൻ്റെ വീട് അത്ര അള്ളിമൂലിയാണെന്ന് ചോദിച്ചാൽ ആണ്, എന്നാലും ടൗണിലേക്കൊരു കാറിലാണെങ്കിൽ 20 മിനിറ്റ് 1/2 മണിക്കൂറുള്ളോളം എത്തും. അതേപോലെ തന്നെ ഓട്ടോയിലും അങ്ങനെ തന്നെയാണ്, നമ്മൾ നാഞ്ഞു പിടിച്ചാൽ വേഗം എത്തും. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഗൈസ്. പിന്നെ സാവിക്ക് അമ്മേനെ കിട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര കളിയാണ്, അന്നാവശ്യമൊന്നും ഉണ്ടാവില്ല. അവന് അമ്മയോട് ഭയങ്കരമാണ് കേട്ടോ. നമ്മളങ്ങനെ വേഗം പുറപ്പെട്ട്, കാരണം 3:45 കഴിഞ്ഞു. 4:15 എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനമല്ലേ. അപ്പോൾ എന്തായാലും കുറച്ചൊരു 4:15 4:30 ആകുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. കുറച്ച് നമ്മൾ പതുക്കെയാണ് പോകുന്നത്. അത് ഞാൻ വീഡിയോ ഇങ്ങനെ സ്പീഡാക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നതാട്ടോ. ഗൈസ് സത്യമായിട്ട് ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കുന്നതൊന്നുമല്ല കേട്ടോ. അച്ഛനെ വെയിറ്റ് ചെയ്യുന്ന, അച്ഛൻ നമ്മളെ പോസ്റ്റാക്കിയിട്ട് എവിടെയോ പോയി വേഗം വരാമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അച്ഛനെയും വെയിറ്റ് ചെയ്തിരിക്കുകയെന്ന്. കാരണം എന്ന് വെച്ചാൽ എന്തോ ഒരു ആവശ്യത്തിന് അവർ പുറത്തിറങ്ങിയതാണ്, എന്താ സംഭവം നമുക്കറിയില്ല. സോ കുറച്ച് പോസ്റ്റായിപ്പോയി. വേഗത്തിൽ പോകേണ്ടതാണെന്ന് മൂപ്പർക്കറിയാം, എന്നാലും മൂപ്പർ അവിടെ നമ്മളെ പോസ്റ്റാക്കി. നമ്മൾ 2 ആളും എന്നാൽ വർത്തമാനം പറഞ്ഞ് കുത്തിരിക്കലായി. പിന്നെ എവിടെയെങ്കിലും ഇതേപോലെ പുറത്തു പോകുന്നത് വളരെ റെയറാണ്, കാരണം അമ്മ പണിക്കോ അച്ഛനും ഇതേപോലെ പണിക്കോ, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് വാവേലി നോക്കിയിട്ട്. പിന്നെ 4 ആളും ഒന്നിച്ച് തന്നെ എല്ലായിടത്തും പോകാൻ വേണ്ടിയിട്ട് നിൽക്കൽ. പ്രോഗ്രാം ആയാലും എനിക്ക് അച്ഛനും അമ്മയും ഒന്നിച്ചുണ്ടാകുമ്പോൾ നല്ല സന്തോഷമാണ് കേട്ടോ. പിന്നെന്ന് പറഞ്ഞാൽ അവിടെ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായി, ഇനി വലുതൊന്നുമില്ല. ഇവിടെ കുറച്ച് ബ്ലോക്ക് ഉണ്ടായ സ്ഥലം കേട്ടോ. ചാലാട് ഇച്ചിരി ഉണ്ടായിരുന്നു, ഇത് ശരിയായി. അങ്ങനെ നമ്മൾ പുറപ്പെട്ടു ഗൈസ്. അങ്ങനെ നമ്മൾ അവിടെ എത്തിയോന്ന് ചോദിച്ചാൽ പകുതിക്ക് നമുക്കൊരു സിംഗറെ കിട്ടി, ജോഷ്മ.
അതായത് നമ്മളെ കൂടെ പാടുന്ന ഒരാളാട്ടോ. അപ്പോൾ അവരെയും കൂട്ടിയിട്ട് ഇനി ആ ഒരു സ്ഥലത്തേക്ക് പോകണത്രേ. കാരണം സ്ഥലം ഇനി എത്തിയില്ല. ശരിക്കും പറഞ്ഞാൽ ലൊക്കേഷൻ നമ്മുടെ കണ്ണൂർ സബ് ജയിലിൻ്റെ മുന്നിലുള്ളത്. നമ്മളെ ജയിലിൽ വന്നതൊന്നല്ല സംഭവം, അവിടെ നിന്നാണ് ഇയാളെ കിട്ടിയത്. ഇനി ആളെയും കൂട്ടിയിട്ട് നമുക്ക് യഥാർത്ഥ സ്ഥലത്തേക്ക് പോകണം. ഇവിടുന്ന് കുറച്ചുകൂടി പോകാനുണ്ട്. അതായത് മെയിൻ ടൗണിൽ തന്നെയാട്ടോ ഉള്ളത്. ഇതെന്ന് പറഞ്ഞാൽ സ്റ്റേഡിയം കോർണറാണ്, നമ്മുടെ കണ്ണൂരുള്ള സ്റ്റേഡിയം കേട്ടോ. ഇവിടെയാണ് എക്സിബിഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ വന്നിട്ട് എത്ര കാലമായി എന്നറിയൊക്കെ സ്റ്റേഡിയമാണിത്. ഇവിടെ നല്ല ആ കൊല്ലത്തിലും അല്ലെങ്കിൽ എത്രയോ മാസമൊക്കെ കൂടുമ്പോൾ ഫെയറും കാര്യങ്ങളും പിന്നെ കൈത്തറി അങ്ങനത്തെയൊക്കെ ഓണത്തിനൊക്കെ ഉണ്ടാവും. കഴിയെങ്കിൽ ഞാൻ പിന്നെ പോയിട്ട് വ്ളോഗ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം പോകുമെന്നൊന്നും അറിയില്ല, ഉറപ്പില്ല. പിന്നെന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ നിൽക്കുന്നതെന്ന് വെച്ചാൽ ഇതൊരു സിംഗറാണ്, പക്ഷെ ഇവർ ഇന്നില്ല, ഇവർക്ക് വേറൊരു പ്രോഗ്രാം ഉണ്ട്. പിന്നെ ഇത് ഷാജി ഏട്ടൻ, ഇത് വേറൊരു ഏട്ടനാണ്, നമ്മൾ ടീമിൽ തന്നെയുള്ള ആളാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം വന്നത്, ഇവർ മൂന്നാൾക്കും ഇവിടെ ഒരു കോമ്പറ്റീഷൻ ഉണ്ടായിന്. അപ്പോൾ അവിടെ വന്നതാണ് ഇവർ പാടാൻ വേണ്ടിയിട്ട്. എന്നോട് അച്ഛൻ ഒരുപാട് നാൾ നിർബന്ധിച്ചു പാടിക്കോ. പക്ഷെ ഞാൻ പ്രിപ്പയർ ഒന്നും അല്ല, അതുകൊണ്ട് ഞാൻ പാടിയിട്ടില്ല. അവർ പാടി. അങ്ങനെ ഞാനും അച്ഛനും അമ്മയും പിന്നെ ഞാൻ പറഞ്ഞ ജോഷ്മ സിംഗർ കൂടിയിട്ട് നമ്മളിതാ പുറപ്പെട്ടു കേട്ടോ. ഇന്നും എത്തിനില്ല. നിങ്ങൾ വിചാരിക്കും ഇത് ഏടിയാന്നല്ലേ. സംഭവം എന്ന് വെച്ചാൽ നമ്മൾ ഓരോ സ്ഥലത്ത് ഇങ്ങനെ നിർത്തുന്നുണ്ട്. കാരണം ഇപ്പം നിർത്തിയത് അവിടെ ഒരു കോമ്പറ്റീഷൻ സെൻറ്ററിലാണ്. അങ്ങനെ ഇതെന്ന് വെച്ചാൽ കക്കാട് റോഡ് എന്നാണ് പറയുക. അതായത് നമ്മളെ കക്കാട് തെക്കി റോഡ് എന്നാണ് പറയുക. അതായത് കണ്ണൂർക്കാർക്ക് അറിയാം തെക്കി, മറ്റേ കക്കാട് റോഡൊക്കെ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. ഫൈനലി നമ്മൾ എത്തി ഗൈസ് ആ കോംപ്ലക്സിൽ. ഇവിടെയാണ് സ്ഥലം. ഇതാണ് കേട്ടോ സ്ട്രോബെറി. അവിടെ ബലൂണൊക്കെ കെട്ടിത്തൊക്കിയിട്ടില്ലേ, അവിടെയാണ് നമുക്ക് പോകേണ്ടത്. അവിടെയാണ് ഇനോഗ്രേഷൻ. നമ്മൾ പോകുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ എവിടെ പോകുന്നുണ്ടെങ്കിലും ഫസ്റ്റ് നമ്മളായിരിക്കും എത്തുക. എൻ്റെ കേസാണ്, ഞാൻ ഒരിക്കലും ലേറ്റ് ആക്കില്ല. ഞാൻ സർപ്രൈസ് ആയിട്ട് എൻ്റെ ഒരു ഏച്ചിനെ കണ്ടു. കാരണം എനിക്കൊരു ഏച്ചിനെ പോലെ തന്നെയാണ്. നമ്മൾ പണ്ട് ഒന്നിച്ച് വർക്ക് ചെയ്തതാണ് കേട്ടോ. ഇപ്പോൾ രണ്ടാളും രണ്ട് വഴിക്കായി എന്ന് പറഞ്ഞ പോലെയാണ്. ആ ഏച്ചി ഇവിടെ പണിയെടുക്കുന്നത് ഞാൻ ഇപ്പോൾ അറിഞ്ഞത്. അതായത് ഈ കോംപ്ലക്സിലാണെന്ന് ഇന്നറിഞ്ഞു. അറിയായിരുന്നു ഇവിടെയോ തെക്കിലാണെന്നൊക്കെ അറിയായിരുന്നു, പക്ഷെ ഇന്നറിഞ്ഞു. അങ്ങനെ നമ്മൾ അവിടെ കയറി, അതിൻ്റെ മുകളിലോട്ട് കയറി. അതായത് നമ്മൾ ഈ ഒരു സ്ഥലത്തേക്ക് കയറി. കാരണം നമ്മൾ ക്ഷണിച്ചതാണല്ലോ. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് അവിടേക്ക് പോയി ജസ്റ്റ് ഒന്ന് അവരെയൊക്കെ കാണണമല്ലോ. അപ്പോൾ അവിടുത്തെ മെയിൻ അടുത്ത ആൾ വന്നിനില്ല. അവർ ഇനോഗ്രേഷൻ്റെ എന്തെല്ലോ കാര്യങ്ങളായിട്ട് തിരക്കിലാണ്. അപ്പം ഇതൊരു പിന്നെ നമ്മളവിടുന്ന്, കാരണം എന്ന് വെച്ചാൽ തീരെ നമ്മൾ പോകുമ്പോൾ ആരും ഉണ്ടായിട്ടില്ല. സംഭവം തുടങ്ങാനായില്ല. നമ്മളെ നിർബന്ധിച്ചിട്ട് വേഗം വരുത്തിച്ചതാ. നമ്മളെ പ്രോഗ്രാമിന് ഏറ്റ ആളേ വേഗം നമ്മളെ നിർബന്ധിച്ചിട്ട് വേഗം വന്നു തുടങ്ങാനായി എന്ന് പറഞ്ഞിട്ട് നമ്മളൊന്ന് വേഗത്തിലേക്ക് എത്തിച്ചതായിരിക്കാം. മേ ബി കുറച്ച് കഴിഞ്ഞ പരിപാടി തുടങ്ങും എന്ന് പറഞ്ഞു. കാരണം കസാല മാത്രമേ ഉള്ളൂ, ആരുമില്ല. കാരണം ആയിനില്ല സമയം, അത്രയും അവർ ലേറ്റായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ പിന്നെ കുറച്ച് അവിടെ റെസ്റ്റ് ചെയ്തു, അവിടെ ഒന്ന് ചുറ്റിക്കാണ്ട് കുറച്ച് സെൽഫീസ് എടുത്തു. അങ്ങനെയൊക്കെ നേരം കൂട്ടി. പിന്നെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ നമ്മളോട് പറഞ്ഞു അത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തോന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ആൾക്കാർ വരുന്നതിന് മുന്നേ നമ്മൾ പരിപാടി സ്റ്റാർട്ട് ചെയ്തിരുന്നു. കാരണം എന്ന് വെച്ചാൽ അവിടെ ഒരു ഇനോഗ്രേഷൻ നടക്കുന്നുണ്ട്. അങ്ങനെ ഒന്ന് നമുക്ക് നാളെ അറിയിക്കണമല്ലോ ആ കോംപ്ലക്സിൽ ഇങ്ങനെയുണ്ട്. ഗൈസ് ഫൈനലി നമ്മൾ ഉദ്ഘാടകൻ ഇവിടെ എത്തി. കാരണം എല്ലാവർക്കും അറിയുന്ന ആൾ തന്നെയാണ് നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് കേട്ടോ. സന്തോഷ് പണ്ഡിറ്റാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യാൻ വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ കണ്ടു. അത്രയും വലിയ ആളൊന്നും ഇല്ലെങ്കിലും ആൾക്കാർ അത്യാവശ്യം ഉണ്ടായിരുന്നു ഈ ഇനോഗ്രേഷന്. പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ നിഷാന്ത് തളിപ്പറമ്പ്, ഐ തിങ്ക് അതന്നെയാണെന്നൊന്നും പേര്, നിഷാന്ത് അങ്ങനെ എന്തോ ആണ് പറഞ്ഞത്. കാരണം എന്താ വെച്ചാൽ നമ്മളെ ഈ ഒരു ആടുജീവിതത്തിലെ മറ്റു പാട്ടില്ലേ പെരിയോനെ റഹ്മാനെ, അത് ഒരു ഫാമിലി ആയിട്ട് തന്നെ ഭയങ്കര വൈറലായിട്ടുള്ളൊരു ഏട്ടനാണ് കേട്ടോ ഇത്. അപ്പോൾ എനിക്ക് ആദ്യം തിരിഞ്ഞിട്ടില്ല, പിന്നേനെ മനസ്സിലായത്. അങ്ങനെ നമ്മൾ കുറച്ച് സെൽഫീസും കാര്യങ്ങളൊക്കെ ചെയ്തു. അവിടെ നിന്ന് അവർ ഉദ്ഘാടനത്തിന് മുന്നേ അങ്ങനെ ചെയ്യാൻ പാടില്ല, പക്ഷേ കണ്ടപ്പാട് ജസ്റ്റ് ഒന്ന് സെൽഫിയൊക്കെ എടുത്തു. പിന്നെ അവർ ആ ഉദ്ഘാടന ചടങ്ങിലേക്ക് എടുത്തു കേട്ടോ. കാരണം അവിടെ ഒരു ഇനോഗ്രേഷൻ്റെ ആ ഒരു ചടങ്ങിലേക്ക് എത്തി. പിന്നെ എന്ന് പറഞ്ഞാൽ ഈ സമയം നമുക്ക് പാട്ട് പാടണ്ട, കാരണം നമുക്ക് അവർ വരുന്നതിന് മുന്നേ പരിപാടി അവതരിപ്പിക്കാനാണ് സ്റ്റേജ് ഒരുക്കിയത്. പിന്നെ അതിനുശേഷം ഒരു കുറച്ച് പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഇവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇടയിലുള്ള ഒരു ഗ്യാപ്പിലാണ് നമുക്ക് പാടാനുള്ളത് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇനോഗ്രേഷനിലേക്ക് കടന്നു. ഇനോഗ്രേഷൻ കഴിഞ്ഞു. അങ്ങനെ ഇനോഗ്രേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മളെ സന്തോഷ് പണ്ഡിറ്റ് കുറച്ച് പരിപാടി അവതരിപ്പിച്ചത്, അത് കേട്ടാലേ. അയ്യോ പെണ്ണിൻ്റെ നോക്കുഴി കണ്ട് ലെട്ടുപൊട്ടി, പെണ്ണിൻ്റെ കൊഞ്ചല് കണ്ട് ലെട്ടുപൊട്ടി, പെണ്ണിനെ കെട്ടിയപ്പം വട്ടം കറികളിയ. അയ്യോ രാത്രി ഇത്തിരി മുത്തിരി കത്തിച്ച്, അയ്യോ രാത്രി ഇത്തിരി മുത്തിരി കത്തിച്ച്.
കൈയടി പോട്ടെ. അത്ര എനർജി ഇല്ലാതെയാണ് നമ്മൾ മുന്നിൽ നിൽക്കുന്നത്. കുറച്ച് ചാരിറ്റിയുടെ സൈഡിൽ നമ്മൾ അധികം കിട്ടുന്നതിന് നല്ലൊരു പങ്ക് ചാരിറ്റിക്കാണ് ചെയ്യുന്നത്. അപ്പോൾ തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും ഓടിയിട്ട് പലപ്പോഴും രാത്രിയിൽ ഉറക്കം ഒഴിഞ്ഞിട്ടാണ് വരുന്നത്. അതുകൊണ്ട് വെച്ചാൽ അതുകൊണ്ടാണ് എനർജി ലെവൽ അത്രയില്ല. ഒരു കുഞ്ഞ് ഡയലോഗ്, നീ ഒന്ന് ജീവിച്ചിരിക്കുമ്പോൾ ആരും ശ്രദ്ധിക്കൂല, പിന്നെ ചത്ത ചിലപ്പോൾ ശ്രദ്ധിച്ചു എന്ന് വരും. അല്ലാതെ ചില ജീവികളൊക്കെ അങ്ങനെ ചത്ത് ചീഞ്ഞ് നാറ്റം അടിക്കുമ്പോഴേ മറ്റുള്ളവരുടെ ശ്രദ്ധയിൽപ്പെടും. ആ നാറ്റം ചിലർക്കൊക്കെ സുഗന്ധമായിട്ട് തോന്നും. അതാരുടെയും കുറ്റമല്ല. കപ്പൽ നിന്ന് സ്രാവിനെ നോക്കി തുപ്പൽ നിന്ന് പരമിരുവാ കൊടുത്തിട്ട് കാര്യമില്ല. എന്റെ തലയിലെ ഒരു രോമം നീ പിഴുത, നിന്റെ തല ഞാൻ കൊയ്യും. ആകാശത്തോടെ പറന്നെടുക്കുന്ന പക്ഷേ ഏണി വെച്ച് പിടിക്കാൻ നോക്കല്ലേ, പണിപ്പാളും. Keep in mind. ഇതാണ് എൻ്റെ സിനിമയിലെ ഏറ്റവും. പിന്നെ നിശാന്ത് തളിപ്പറമ്പിൻ്റെ കുറച്ച് പാട്ടും കാര്യങ്ങളും കുറച്ച് അടിപൊളിയായിരുന്നു കേട്ടോ. ചെറിയ പ്രോഗ്രാം ആണെങ്കിലും നല്ല വൈബ്, നല്ല എൻജോയ് ചെയ്യാൻ വേണ്ടി പറ്റി. നമ്മളൊരു പ്രോഗ്രാമിന് പോകുമ്പോൾ സത്യത്തിൽ പേയ്മെൻറ്റ് മാത്രമല്ല, എന്താ പറയുക, അവിടുത്തെ ആ ഒരു എൻവയോൺമെൻറ്റ് എൻജോയ് ചെയ്യുക, അതുകൂടി ഉണ്ട് കേട്ടോ ലക്ഷ്യം. പാട്ടിന് അങ്ങനെ ഒരു ഇതുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഡാൻസ് പോലെയല്ല, നമുക്ക് എൻജോയ് ചെയ്യാനുള്ള ഒരു അവസരം കൂടെയാണ് ഈ പാട്ട് പാടിയാൽ തന്നെ നമുക്ക് ഡാൻസും അതിലൂടെ കളിക്കാം. അപ്പോൾ നല്ലൊരു പ്രൊഫഷനാണ് ഒരു മ്യൂസിക് എന്ന് പറയുന്നത്. അതെനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്തതെല്ലാം എൻ്റെ അച്ഛൻ തന്നെയാണ്. ഞാൻ ഈ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തന്നെ അതിൻ്റെ കാരണം അച്ഛൻ തന്നെയാണ് കേട്ടോ. കാരണം എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര മടിയാണ് ഓടാനും, മൈക്ക് കണ്ടാൽ തന്നെ പേടിയും കാര്യങ്ങളും. ഇപ്പോൾ ഒരു കോൺഫിഡൻ്റ് ആയിട്ട് ഈ ഒരു സ്റ്റേജ് പ്രോഗ്രാമെല്ലാം ചെയ്യുന്നത് അച്ഛൻ തന്നെ ഒരു കാരണം കൊണ്ട് തന്നെ, അച്ഛനൊരു നിമിത്തം കൊണ്ടാണ്. നിമിത്തമല്ല, എൻ്റെ അച്ഛൻ തന്നെയാണ് കാരണം. അപ്പോൾ അച്ഛൻ തന്നെയാണ് എല്ലാ സ്ഥലത്തും കൂട്ടിക്കൊണ്ട്. എൻ്റെ എല്ലാ വ്ളോഗിലും അച്ഛനെക്കുറിച്ച് ഞാൻ പറയലുണ്ടല്ലേ, ഉള്ളതാണ്, കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഞങ്ങളെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളവിടെ വെയിറ്റ് ചെയ്തു. ഗൈസ് നല്ല ടയേർഡായി കേട്ടോ. കാരണം അവർ അരമണിക്കൂർ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എത്ര മണിക്കൂറായി, നല്ല സമയമായി. അമ്മ ജോലിയും കഴിഞ്ഞിട്ട് വരുന്ന വഴിയാണ്. എല്ലാവരും ടയേർഡായി. അപ്പം ഇത്ര ലേറ്റ് ആണെന്നൊന്നും വിചാരിച്ചിട്ടില്ല. പിന്നെ പേയ്മെൻറ്റ് നമുക്കങ്ങനെ പെട്ടെന്ന് കിട്ടില്ല. കുറച്ച് അവിടെ വെയിറ്റ് ചെയ്യും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണം. പിന്നെ പേയ്മെൻറ്റൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ പുറപ്പെട്ടു. ടൗണ് കൂടെ തന്നെ പോയത്. രാത്രിയും ആൾക്കാരൊന്നും ഒഴിയുന്നില്ല കേട്ടോ. ഭയങ്കര തിരക്കും കാര്യങ്ങളും ഞാൻ കാണുന്നത് ഈ ടൗണിൽ സ്റ്റേഡിയം കോർണറൊക്കെ. എനിക്ക് സത്യം പറഞ്ഞാൽ രാത്രിയാണ് കേട്ടോ കറങ്ങാൻ ഇഷ്ടം. പിന്നെ രാത്രി മോനെയൊന്നും എടുത്തിട്ട് ഇനിയുള്ള കറക്കമൊന്നും നടക്കില്ല എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്ന് വെച്ചാൽ ഈ ഹസ്ബൻഡ് വന്നാൽ തന്നെ എനിക്കിനി അങ്ങനെ, കാരണം മോന് ഉറങ്ങും, മോൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നമുക്ക് അങ്ങനെ മോനും കാര്യങ്ങളൊക്കെ ആയവർക്ക് മനസ്സിലാവും. നമ്മൾ ഈ തള്ളച്ചീന്ന് വിളിക്കുന്ന ആൾക്കാർ കുറേ ഉണ്ട്, അവർക്കൊന്നും മനസ്സിലാവും. ഈ മക്കളായി കഴിഞ്ഞാലേ മനസ്സിലാവും. നമ്മളിപ്പോൾ വീഡിയോയിലും മോനെ എടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ പല വീഡിയോസിലും മോനെ എടുത്തിട്ട് വരേണ്ട അവസരം. ഞാൻ ഇപ്പോൾ മോനെ സ്കിപ്പ് ചെയ്യുന്നത് പേടിച്ചിട്ടല്ല, വല്ലാണ്ട് പറയുന്നുള്ളതുകൊണ്ടാണ്. ഈറ്റികളെ വല്ലാണ്ട് ഈ മോനും എടുത്ത് മോൻ്റെ കൂടെ അവർക്ക് അവസരം കിട്ടാത്തതുകൊണ്ടായിരിക്കും അവരങ്ങനെ തള്ള വൈബ്സ് എന്നൊക്കെ പറയുന്നുണ്ടാവും. പിന്നെ നമ്മളങ്ങ് വിശന്ന് പിന്നെ ഒരു ഹോട്ടലിൽ കയറി. പ്രേമയാണ് കേട്ടോ, കണ്ണൂർക്കാർക്ക് അറിയാം പ്രേമയിലാണ് കയറിയത്. അവിടെ നിന്ന് മസാല ദോശ, പ്രേമയിലെ ഫേമസ് ആണ് മസാല ദോശ തന്നെയാണ്. അവിടെ നിന്ന് അതൊക്കെ കഴിച്ച് ഭയങ്കര വിശന്നു. അങ്ങനെ നമ്മൾ മടങ്ങി ഗൈസ്. രാത്രി എത്രയായി ഈ സമയം? ഇപ്പോൾ 8:30 ആ സമയമായിട്ടോ, 8:15 ആ സമയമാണ്. സാവി മോന് ഉറങ്ങാതെ തന്നെ ഉണ്ട് കേട്ടോ. മോൻ ഉറങ്ങാണ്ട് തന്നെ എൻ്റെ കൂടെ തന്നെ ഉണ്ട്. അവൻ്റെ ക്ഷമയുടെ നെല്ലിപ്പലം കഴിഞ്ഞിട്ടുണ്ടാവും. കാരണം അത്രയും വിശന്നു. ഫീഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ വീട്ടിലത്തെ പോലെ കഴിയില്ലല്ലോ. അങ്ങനെ നമ്മളൊരു വീട്ടിലെത്തി. നമ്മളെ വീട്ടിലല്ല, ഇത് നമ്മൾ ഓട്ടോ വെക്കുന്ന വീട്. അപ്പോൾ വ്ളോഗ് കഴിയാറായി കേട്ടോ. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിനോ? എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. അതായത് ഞാൻ പ്രോഗ്രാമിന് പോകുന്ന ഒരു പ്രോഗ്രാം ഇവൻ്റ് ഞാൻ എടുത്തതാണ്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാലും ഇല്ലെങ്കിലും എൻ്റെ വീഡിയോ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. 9 മണിയായി. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ. ബൈ.